ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി കൺഫേം ആയതുവരെയാണ് പറഞ്ഞിരുന്നത്. ബാക്കി സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. ഡോക്ടർ അന്ന് എനിക്ക് തന്ന ടാബ്ലറ്റ്സ് എല്ലാം പ്രഗ്നൻസിക്ക് സേഫ് ആയിരുന്നതായിരുന്നു. പ്രഗ്നൻസി കൺഫേം ചെയ്ത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ വോമിറ്റിംഗ് സ്റ്റാർട്ടായി. ഓൾമോസ്റ്റ് ഡെയിലി വോമിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, 6 മന്ത് വരെ എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് തന്നെ പോയി. 6 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ജോയിൻസിൽ പെയിൻ വരാൻ തുടങ്ങി. ഒരു ദിവസം എൻ്റെ നെഞ്ചിൻ്റെ മുകളിലത്തെ ആ ഭാഗത്തുള്ള എല്ല്, ആ ജോയിൻറ്റിന് ഭയങ്കര പെയിനും നീരും വന്നു. കിടന്നിട്ട് ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അപ്പോഴേക്കും വയറും നല്ല വളർന്നിരുന്നു. സ്വയം എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായി. ഒരാൾ പിടിച്ചെഴുന്നേൽപ്പിക്കണം, അത്രയും പെയിനായിരുന്നു ആ ടൈമിൽ. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നത്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വയറ് വന്നു കഴിഞ്ഞാൽ നേരെ കിടക്കാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ശ്വാസം മുട്ടല്ലേ. അപ്പോൾ ഞാൻ 2 സൈഡും മാറിയും തിരിഞ്ഞുമായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. നൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വേദന. ഒരു സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ അത്രയും നേരം അങ്ങനെ തന്നെ കിടക്കാം. പിന്നെ ഒരാളെ നമ്മളെ എണീപ്പിച്ച് തിരിച്ച് കിടത്തിയാലേ കിടക്കാൻ പറ്റത്തുള്ളൂ. കാരണം സ്വയം കഴുത്ത് പൊക്കി എഴുന്നേൽക്കാൻ പറ്റാത്തൊരു അത്ര വേദനയായിരുന്നു കേട്ടോ. രാത്രിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിനെ വിളിച്ചുണർത്തും. പുള്ളി എന്നെ തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തിരിച്ച് കിടത്തും. പക്ഷേ അതൊരു വേദനയെന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദനയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല ഉറക്കത്തിലാണെങ്കിൽ പോലും വിളിച്ചാൽ അപ്പം തന്നെ വന്ന് എന്നെ തിരിച്ച് കിടത്തുമായിരുന്നു. സത്യം പറഞ്ഞാൽ പുള്ളി എന്നെ ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്ത്രീകളെ ഞാൻ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ കുറച്ച് പേര് മാത്രമേ എൻ്റെ ഫാമിലി സപ്പോർട്ടാണ്, എനിക്ക് വേദന വന്നാൽ അവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് സ്ത്രീകൾക്ക് അത് അങ്ങനെയല്ല കേട്ടോ. ആർത്രൈറ്റിസ് ഉള്ളവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വേദനയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു വേദനയാണ്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായ വേദനയിൽ ആ സമയത്ത് നമുക്ക് തോന്നുന്നത് ഫാമിലിയിൽ ആരെങ്കിലും ഇച്ചിരി ചൂടുവെള്ളമാക്കി നമ്മുടെ ജോയിൻസിൽ വേദന ഉള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയും അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസം കിട്ടും കേട്ടോ. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയും എന്നും വേദനയാണോ, എന്നും ഇത് തന്നെ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും അവരെ കുത്തി നോവിക്കരുത് കേട്ടോ. അപ്പോൾ അവരുടെ അസുഖം ഒന്നും കൂടെ ഇൻക്രീസ് ആവത്തതേ ഉള്ളൂ. നമ്മുടെ ഫാമിലിയിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പകുതി അസുഖം നമുക്ക് ഭേദമാവും. അങ്ങനെ ആ പെയിൻ 2 ദിവസം നിന്നു കേട്ടോ. ആ 2 ദിവസവും അനങ്ങാൻ പറ്റാത്ത പെയിനായിരുന്നു. ഈ ടൈമിൽ ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സ് എല്ലാം വോമിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ പുറത്ത് വരുമായിരുന്നു കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ഹൈ റിസ്ക് കാറ്റഗറിയിലായിരുന്നു കേട്ടോ. എല്ലാ മന്തും സ്കാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇഷ്യൂ വന്നു, ബേബിയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നേരത്തെ ഡെലിവറി പ്ലാൻ ചെയ്യണമെന്ന്. ഡെലിവറിക്ക് 1 വീക്ക് മുന്നേ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തു. ബേബിയുടെ ലങ്സ് മെച്യൂർ ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തത്. 37 വീക്ക് ആയപ്പോൾ തന്നെ ഡെലിവറി ചെയ്തു. നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. മോന് 400 ഗ്രാംസ് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ആ വേദന വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങിയത്. അസഹനീയമായ വേദന സ്റ്റാർട്ട് ചെയ്തത്. അത് എങ്ങനെ സ്റ്റാർട്ടായി, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരും കാണാൻ മറക്കരുത് കേട്ടോ. എനിക്ക് വന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവരുടെ അടുത്ത് കമൻറ്റ് ചെയ്യാൻ പറയും കേട്ടോ. അവരുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു വേദന എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ കേട്ടോ. എല്ലാവരും അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരാം കേട്ടോ.